ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്നാനക്കുളത്തിലേക്ക് പോകും. സ്നാനശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വരും. എന്നിട്ട് നമ്മുടെ സാധാരണ ആരാധനകൾ എല്ലാവരും പ്രാർത്ഥന ചെയ്ത് സ്നാനത്തിലായിരിക്കും ശിഷ്യ സ്നാനത്തിലെ കുഞ്ഞുങ്ങളെ വെളിപ്പെടുത്തേണ്ടതിനായിട്ട് സ്നാനശുശ്രൂഷ അനുഗ്രഹമായി നടക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ നമ്മോട് സ്തോത്രം. പിതാവേ നമ്മോട് സ്തോത്രം. പരിശുദ്ധനേ നമ്മോട് സ്തോത്രം. Hallelujah, 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 hallelujah. Stotram, 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 stotram. Hallelujah, hallelujah, hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. കടന്നു വരാനുള്ള എത്രയും കടന്നുവരടിയാകണം. വിശേഷ സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ കർത്താവെ അതിലെ ദൈവം ജീവിക്കാൻ കർത്താവ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആലോചനയോട് നടത്തുന്ന നല്ല പിതാവായ മാതാവായ കർത്താവ് കൂട്ടിരിക്കണമേ. നമ്മുടെ ആലോചന കുഞ്ഞുങ്ങളെ നടത്തുമാറാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ മാനിക്കപ്പെട്ടവരുടെ ആകണേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ശുശ്രൂഷയൊക്കെയും കർത്താവ് അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയൊക്കെയും ചെയ്യുവാൻ ദൈവാസന്മാരെ ബലപ്പെടുത്തുവാനാണ് ശക്തീകരിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപസാന്നിധ്യം കൂടുന്നതാണ് ശുശ്രൂഷ കർത്താവ് ഏറ്റെടുത്ത് നടത്തിയാട്ട് പാടുവാൻ കരുവരണം, പ്രാർത്ഥിപ്പാൻ കരുവരണം, ആരാധിപ്പാൻ കരുവരണം. ദൈവശക്തി അന്നേരങ്ങൾ നല്ല ആരോഗ്യം ഞങ്ങൾ നൽകി തരുവാനാകണം. ദൈവനാമോഹത്തോടെ അനുഗ്രഹം പ്രാർത്ഥനയോടെയാക്കണം. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കൊരു പാട്ട് പാടി Amen.
ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നിവിടെ നടക്കുന്ന സ്ഥാന ശുശ്രൂഷ ഹല്ലേലൂയ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്ഥാന ശുശ്രൂഷയുടെ ക്ലാസ് എടുക്കുവാൻ ദേവദാസനെ ബലപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നാനം ഹല്ലേലൂയ ശുശ്രൂഷ നടത്തുവാൻ നമ്മുടെ ദേവദാസനെ ബലപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലിനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ തീരുമാനം ദൈവസഭയെ അവർ അറിയിച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് കൊടുത്ത താല്പര്യത്തിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവിനോട് ചേരുവാൻ ഹല്ലേലൂയ അവരെടുത്തിരിക്കുന്ന തീരുമാനം ഹല്ലേലൂയ അന്ത്യത്തോളം നിലനിൽപ്പാൻ ഹല്ലേലൂയ അവർ മരണപര്യന്തം വിശ്വസിയോടെ നിൽപ്പാൻ ഹല്ലേലൂയ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണമെന്ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കുന്നവരും വിളിക്കാത്തവരുടെ വ്യത്യാസത്തെ ആ കുഞ്ഞുങ്ങളെ കൂടെ അവർ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അനേകർക്ക് മാതൃക കുഞ്ഞുങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ ഹല്ലേലൂയ അനേകർക്ക് ആശ്വാസപ്രദമായ നമ്മുടെ കുഞ്ഞുങ്ങളായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കൾക്ക് അവർ അനുഗ്രഹമായി തീരണം. ദൈവസഭയ്ക്ക് അവർ അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. അവരായിരിക്കുന്ന ദേശത്ത് അവർ കടന്നു പോകുന്ന വഴികളൊക്കെ ഹല്ലേലൂയ അവരൊരു അനുഗ്രഹ വിഷയമായി തീരാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി ഏറ്റെടുത്ത് നടത്തുവാൻ ഹല്ലേലൂയ അത് ഏറ്റവും അനുഗ്രഹമായി തീരുമാൻ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുമാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്യണമെന്ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ സ്ഥാന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്ഥാനം അനുസരിക്കാത്തവരായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് ഹൃദ്യമായി ഇടപെടുവാൻ ഹല്ലേലൂയ അതേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സ്ഥാനം അത്യാവശ്യമാണെന്നുള്ള ബോധ്യമവരെ ഭരിക്കുവാൻ ഹല്ലേലൂയ അവരും ഹല്ലേലൂയ താമസമില്ല കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്ഥാനം അനുസരിപ്പാൻ ഹല്ലേലൂയ ദൈവം വഴികളെ തുറക്കണമെന്നോട് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു വരാനുള്ള ജീവിതങ്ങളെ എത്രയും പെട്ടെന്ന് കർത്താവ് കൂട്ടി വരുത്തുവാൻ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിൽ ദൂര സ്ഥലങ്ങളിൽ നോക്കി അതിഥികളായി കടന്നു വന്ന് പ്രിയപ്പെട്ടുണ്ടല്ലോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മളോടൊപ്പം അവർ ആരാധിക്കുന്നത് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കാരണമായി തീരുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്യണമെന്ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശവാസികളൊക്കെ അനുഗ്രഹിക്കുവാൻ ഹല്ലേലൂയ ഇവിടുത്തെ രാജാക്കന്മാരെ അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ നിയമങ്ങളൊന്നും നമുക്ക് ഭാരമാറ്റിക്കാതെ നീയോളം സൂക്ഷിച്ചല്ലോ. പിന്നെ കർത്താവിന്റെ മറകള് നമ്മളെല്ലാവരെയും മറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ സ്വന്തത്തോടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ സൗരന്മാരൊരാൾക്കും ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ പ്രാർത്ഥന കേട്ടനായ കാര്യങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ഇൻസ്ട്രക്ഷൻസ് പ്രിയ ഷാജി പാസ്റ്റർ ഇപ്പോൾ നൽകുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യമുണ്ടെങ്കിലും അതിൻ്റെ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമായി തീരുമല്ലോ. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കാം. പ്രത്യേക പുതുതായിട്ട് നമ്മുടെ ബന്ധത്തിൽ പല പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഗുജറാത്ത് ദേവസഭയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജോൺസൺ ബ്രദറിൻ്റെ സഹോദരനും അളിയനും ഒക്കെ അബുദാബിയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അവരെ സ്തോത്രം ചെയ്യുന്നു. വളരെ ദൂരം യാത്ര ചെയ്ത് തക്ക സമയത്ത് അവരെ എത്തിച്ചെയ്യുവാനിടയായി മറ്റു പല പുതുമുഖങ്ങളെ കാണുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഉപനയനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനായിട്ട് പ്രിയ ഷാജി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രി
രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ പ്രത്യേക ദൈവത്തിൻ്റെ നിയമപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആൻഡ്രിയെയും ജോയിലിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. സ്നാന ശുശ്രൂഷ വൈതൽ ആമേൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആമേൻ സ്നാനത്തിന് തീരുമാനമെടുക്കുവാൻ അത് ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ട് ആമേൻ അതനുസരിപ്പാൻ ആമേൻ നമുക്ക് ബാധ്യസ്ഥത ഉള്ളവരാണെന്ന് ഇന്ന് രാത്രി പ്രത്യേകാല കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവരെ രണ്ടുപേരെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർ ബലത്തോടെ ആമേൻ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ അവർ ആമേൻ അല്ലെങ്കിൽ അവരുടെ ഉള്ളത്തിലൊക്കെ ഇത് ദൈവത്തിൻ്റെ ആലോചനയാണെന്നും ആമേൻ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നും ഒക്കെ ആമേൻ ഇന്ന് രാത്രി നമുക്ക് ആമേൻ മനസ്സിലാക്കുവാനും അവരുടെ ഉള്ളത്തിൽ അത് ഉറയ്ക്കുവാനും അന്ത്യത്തോളം ആമേൻ അല്ലെങ്കിൽ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ അവരും അതിലേക്ക് നടത്തപ്പെടുവാനും ഒക്കെ ഇടയാക്കി തീരണം. അടുത്തത് ആമേൻ മത്തായി സുവിശേഷം 3:13-15 വേദഭാഗങ്ങൾ വായിച്ചാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13-15. ഇത് ഒരു മോഡലാണ്, മാതൃക. ആമേൻ ഹല്ലേലൂയ. ദൈവം അത് കാണിച്ചു തന്നു. ആ സ്നാനം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ തളിപ്പല്ല. ആമേൻ ഹല്ലേലൂയ. ആ സ്നാനം എന്ന് പറയുന്നത് ഒരു മോഡലാക്കി നമുക്ക് കർത്താവ് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് നാം ആമേൻ ഹല്ലേലൂയ ആ മോഡൽ അനുസരിച്ച് തന്നെയാണ് ആമേൻ ഹല്ലേലൂയ നാം കർത്താവ് ആമേൻ ഹല്ലേലൂയ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ വെള്ളത്തിൽ ഇറങ്ങി രണ്ടുപേരും സ്നാപകനും സ്നാനപ്പെടേണ്ട വ്യക്തിയും വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുന്ന ഒരു മോഡൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. എന്താണ് സ്നാനം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അടുത്തൊരു വാക്യം കൂടെ 1 പത്രോസ് 3-ാം അധ്യായം 21 ഒന്ന് വായിച്ചാൽ അറിയാവുന്ന വേദഭാഗമാണ്. എന്നാലും അത് ആമേൻ. ഇത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി, പ്യുവർ ഹാർട്ട്, നല്ല മനസ്സാക്ഷിയോടെ ആമേൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അപേക്ഷയാണിത് എന്നിന്ന് രാത്രി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം. ദൈവത്തോടുള്ള നിങ്ങളുടെ നല്ല മനസ്സാക്ഷിയാണ്. ആമേൻ അല്ലെങ്കിൽ പ്യുവർ ഹാർട്ടോടെ എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല, വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന പൂർണ്ണ മനസ്സോടെ നല്ല മനസ്സാക്ഷിയോടെ ആമേൻ ദൈവമുമ്പാകെ ഇന്ന് രാത്രി നിങ്ങൾ ഈ സ്നാനത്തിന് വേണ്ടി ആമേൻ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണിതെന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്നാനം? 1 ദൈവത്തിൻ്റെ ആലോചനയാണ്. 2 അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആമേൻ ഹല്ലേലൂയ. 3 അത് ദൈവം നമുക്ക് കാണിച്ചു തന്ന മോഡലാണ്. മോഡൽ ആമേൻ ഹല്ലേലൂയ മാതൃകയാണ്. 4 ആമേൻ ഹല്ലേലൂയ അത് ആമേൻ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി. ദൈവത്തോടാണ്, മനുഷ്യനോടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിയാണ്. അടുത്തത് നമുക്ക് എന്തിന് സ്നാനപ്പെടണം? ആമേൻ ഹല്ലേലൂയ. അതൊന്ന് ചിന്തിക്കുക. എന്തിന് സ്നാനപ്പെടണം? റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ സ്നാനം എന്ന് പറയുന്നത് എന്തിന് സ്നാനപ്പെടണം? ആമേൻ ക്രിസ്തുവിനോട് ചേരുവാൻ. ഇതൊക്കെ ഒത്തിരി നേരം പറയേണ്ട വാക്യങ്ങളാണ്. ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. ക്രിസ്തുവിനോട് ചേരുന്ന ആമേൻ അല്ലെങ്കിൽ ഒരു വലിയ ശുശ്രൂഷയാണിത്. നിങ്ങൾ രണ്ടുപേരും സ്നാനപ്പെടുമ്പോൾ ആമേൻ അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനോട് ചേരുകയാണ്. ആമേൻ അവനോട് ആമേൻ തിരുവനന്തപുരത്തിലുണ്ട്. അവനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരു ശരീരമായി തീരുന്നു. ആമേൻ അവനോട് പറ്റിച്ചേരുന്ന ഒരു അനുഭവമാണ്. അതാണ് ആമേൻ ഹല്ലേലൂയ തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന ക്രിസ്തുവിനോട് ചേരുന്ന ആമേൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ നമ്മൾ പൊതിയുന്നു. അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അല്ലെങ്കിൽ ചോയൽ എന്ന വ്യക്തിയേക്കാൾ അല്ലെങ്കിൽ ആൻഡ്രി എന്ന വ്യക്തിയേക്കാൾ മറ്റുള്ളവർ കാണുന്നത് നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന യേശുവിനെ. മറ്റുള്ളവരിൽ നിന്നെല്ലാം നിങ്ങൾ വ്യത്യസ്തരാണ്
ആമേൻ അല്ലെങ്കിൽ ഈ സ്നാന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് യേശുവിനെ ധരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇന്നു മുതൽ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് യേശുവിനെ ധരിക്കുകയാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടണം, യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ നിങ്ങൾ സ്നാനമേൽക്കണം. ഒരു വാക്യം കൂടെ, ആമേൻ. അല്ലെങ്കിൽ കൊലോസ്യ ലേഖനം 2:12 വാക്യം. ആമേൻ. മരണത്തോടും പുനരുത്ഥാനത്തോടും ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആമേൻ അല്ലെങ്കിൽ യേശുവിനോട് ചേരുവാൻ, അല്ലെങ്കിൽ ഈ സ്നാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണമാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആമേൻ അല്ലെങ്കിൽ നമ്മൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. ആമേൻ. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് നിങ്ങൾ അടക്കപ്പെടുകയാണ്. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇതൊരു എന്തുപോലെ പറയാം, വേർഡ് എനിക്ക് കിട്ടുന്നില്ല. ക്രിസ്തുവിനോട് ചേരുന്ന എന്തുപോലെ സിംബോളിക്കാണ്. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ മരിക്കുന്നു, നിങ്ങൾ അടക്കപ്പെടുന്നു, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ആമേൻ ഹല്ലേലൂയ. മരണത്തെ കാണിക്കുന്നു, പുനരുദ്ധാനത്തെ കാണിക്കുന്നു. പുത്തൻ അനുഭവത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായ റോമർ 10:9 കൂടെ ഒന്ന് വായിച്ചാട്ടോ. നമുക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒന്ന് റോമർ 10:9 പെട്ടെന്ന്. ആമേൻ. അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷാ നിർണയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുപറയുകയും നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ കർത്താവായി ആമേൻ അംഗീകരിക്കുന്ന, ആമേൻ കരുതുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ കർത്തൃത്വം നടത്തുന്നത് നമ്മുടെ ആമേൻ അല്ലെങ്കിൽ യേശു മാത്രമാണ്. യേശുവിന് വേണ്ടി ആ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നതാണ്. ആമേൻ അല്ലെങ്കിൽ ആരാണ് സ്നാനപ്പെടേണ്ടത്? ആമേൻ. ഇന്ന് രാത്രി അതാണ് നമ്മൾ ആമേൻ അല്ലെങ്കിൽ എന്തിന് സ്നാനപ്പെടണം. അടുത്തത് മൂന്നാമത്തത്, ആരാണ് സ്നാനപ്പെടേണ്ടത്? സമയം പോകുന്നുണ്ടാണ് ഞാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ സ്വല്പം കൂടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, പക്ഷെ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കിയായത് ഓടിക്കുന്നത്. ആമേൻ അല്ലെങ്കിൽ ആരാണ് ആമേൻ സ്നാനപ്പെടേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 2:38. മതി, നമുക്കറിയാവുന്ന വേദഭാഗമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനം. അപ്പൊ മാനസാന്തരം നടക്കണം. മനസ്സ് രൂപാന്തരപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നിങ്ങൾ ജീവിച്ചിരുന്ന അനുഭവങ്ങൾക്കകത്ത് ഒരു വ്യത്യാസം നൽകി, മാനസാന്തരം നൽകി. നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ എല്ലാം, ഇതുവരെയുള്ള നിങ്ങളുടെ സകല പാപങ്ങളും കാൽവറി ക്രൂശിൽ ആമേൻ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് മനസ്സിനെ, ഇന്നലെ വരെയുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറി ഒരു പുതിയ മനസ്സുമായി, രൂപാന്തരമുള്ളൊരു മനസ്സുമായി നിങ്ങൾ മാറുന്നതിനെയാണ് മാനസാന്തരം. അപ്പം മാനസാന്തരപ്പെട്ടവരാണ് സ്നാനമേൽക്കേണ്ടത്. മാനസാന്തരപ്പെടണം. മാനസാന്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസാന്തരപ്പെട്ടവനാണ് രക്ഷിക്കപ്പെടേണ്ടത്. രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത്. മാനസാന്തരമുള്ള ഒരു അനുഭവം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ കർത്താവേ ആമേൻ അല്ലെങ്കിൽ ഏതെങ്കിലും തന്റെ നോട്ടത്തിൽ, ചിന്തയിൽ, നിരൂപണങ്ങളിൽ, ആമേൻ വിചാരങ്ങളിൽ, സങ്കല്പങ്ങളിൽ ദൈവത്തിന് വിധേയമല്ലാത്ത എന്തെങ്കിലുമൊക്കെ വാക്കുകൾക്കകത്ത്, പ്രവൃത്തികൾക്കകത്ത്, ഹൃദയത്തിന്റെ ചിന്തകൾക്കകത്ത്, നിരൂപണങ്ങൾക്കകത്തൊക്കെ വന്നതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആമേൻ പിന്നെയും നിങ്ങളായിരിക്കണം. ഈ സ്നാനം കഴിഞ്ഞാലും ഈ മാനസാന്തരമുണ്ട്. നാം ചെയ്തു പോയ കുറവുകൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് പാപബോധം നൽകുമ്പോൾ അത് ഏറ്റു പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലം കായ്ക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണം. ആമേൻ. മാനസാന്തരപ്പെട്ടവരാണ് ആമേൻ ഹല്ലേലൂയ സ്നാനപ്പെടേണ്ടത്. അടുത്തത് അതിന്റെ മർക്കോസ്
മർക്കോസിന്റെ സുവിശേഷം 16:15 വായിക്കാം. മർക്കോസ് 16:15. ആ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വാസത്തോടെയാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. വിശ്വസിക്കുന്ന വ്യക്തി ജീവിതത്തിലാണ് സ്നാനമുള്ളത്. വിശ്വാസത്തോടെ വേണം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായൊരു വിശ്വാസം, ആമേനല്ലേ, വിശ്വാസം നൽകുന്നത് തന്നെ ദൈവമാണ്. അപ്പൊ ദൈവ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നൽകി വിശ്വസിക്കുന്ന നിങ്ങൾ സ്നാനപ്പെടേണ്ടതാണ്. മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം. വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. അടുത്തൊരു വാക്യം കൂടെ, റോമാലേഖനം 6:2-3 ഭാഗങ്ങളുണ്ട്. പാപസംബന്ധമായി മരിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. പാപസംബന്ധമായി നാം മരിക്കപ്പെടുക. നമ്മളത് നേരത്തെ ഓർപ്പിച്ചു. അവിടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടും ഇതിന്റെ മുമ്പിൽ സമയം കഴിഞ്ഞു. ആമേൻ. പാപസംബന്ധമായി മരിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായി മരിച്ചവർ, ആമേൻ, നമ്മുടെ ശരീരത്തെ, ആമേൻ, ഈ ജലത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ നിങ്ങൾ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന, പുനരുദ്ധാനം പ്രാപിക്കുന്ന, പുതിയ മനുഷ്യനായി പുറത്തു വരുന്ന ഒരു, ആമേൻ, ശ്രേഷ്ഠവും ഉന്നതവുമായ അനുഭവമാണ് അത് എന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ആരാണ് സ്നാനപ്പെടേണ്ടത്? മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് സ്നാനപ്പെടേണ്ടത്. ആമേൻ. അല്ലെങ്കിൽ വിശ്വാസമുള്ളവരാണ്. ആമേൻ. അപ്പൊ കുഞ്ഞുങ്ങളുടെ സ്നാനം ശരിയാണെന്ന് ഞാനും പറയും. കുഞ്ഞുങ്ങളുടെ സ്നാനമൊക്കെ ശരിയാണെന്ന്. പക്ഷേ വിശ്വസിക്കാൻ പറ്റിയ പ്രായമുള്ള ഏത് കുഞ്ഞിനും, ഏത് വ്യക്തിക്കും, അതിന് പ്രായവുമില്ല, കുഞ്ഞൊന്നുമില്ല, വിശ്വസിക്കുവാൻ പറ്റിയ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിപ്പാൻ, അവനെ കർത്താവെന്ന് അംഗീകരിപ്പാൻ തയ്യാറായ ഏതു വ്യക്തിക്കും ആമേൻ വിശ്വസിച്ച് സ്നാനപ്പെടാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ദൈവവചനം ഓർപ്പിക്കുന്നു. അതുപോലെ പാപസംബന്ധമായി, ആമേൻ, എന്റെ നിങ്ങളുടെയും സകല പാപങ്ങളും കാൽവറി ക്രൂശിൽ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ എല്ലാം, ആമേൻ, നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. എന്റെ നിങ്ങളുടെയും പാപമെല്ലാം കാൽവറിയിൽ അവൻ വഹിച്ചു എന്ന് രാത്രി വിശ്വസിച്ച് പാപസംബന്ധമായി, ആമേൻ, ഹല്ലേലൂയ, മരിച്ച്, ആമേൻ, നമ്മുടെ ഈ യേശുവിനോട് ചേരുവാനുള്ള, എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ കാണുന്നത് നിങ്ങളൊരു മരിച്ച വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ യേശുവിന് വേണ്ടി മരിച്ചത്. തിരുവചനം എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? ആമേൻ, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു യേശു നിങ്ങളിൽ ജീവിക്കുവാൻ. നിങ്ങൾ മരിച്ചത് കൊണ്ട് നിങ്ങളിലൂടെ ജീവിക്കുന്നത് യേശുവാണ്. ആമേൻ. സ്നാനപ്പെട്ടവരും, ആമേൻ, അല്ലെങ്കിൽ എല്ലാവരും നമുക്കറിയേണ്ട ഒരു വേദഭാഗമാണ്. നമ്മളെല്ലാം ജീവിക്കേണ്ടത്, ആമേൻ, അല്ലെങ്കിൽ ഷാജിയും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ സൗരസ്വരന്മാരല്ല, യേശു നമ്മിൽ ജീവിക്കാനിടയായി തീരണം. യേശുവാണ്. യേശുവിനെ പ്രദർശിപ്പിക്കുന്ന, യേശു നമ്മിൽ, യേശുവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആമേൻ. അല്ലെങ്കിൽ ഒരു വാക്യം കൂടെ, അടുത്ത വാക്യം കൂടെ ഇങ്ങനെയാണ്, എങ്ങനെ സ്നാനപ്പെടണമെന്നും കൂടെ ഓർപ്പിച്ച് ഞാൻ ആമേൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28:19 വേദഭാഗം. മത്തായി ആമേൻ. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. ആമേൻ. അല്ല, എങ്ങനെ സ്നാനപ്പെടണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. അങ്ങനെയുള്ളൊരു സ്നാനമാണ്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കർത്താവിന്റെ ദാസൻ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ടി, ആമേൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പിതാവിന്റെ, അതായത് ആമേൻ, തൃത്വത്തിന്റെ വലിയ സാന്നിധ്യം, ആമേൻ, പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും സംഗമിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ശ്രേഷ്ഠമായ, ആമേൻ, ഹല്ലേലൂയ, സ്വർഗം പോലും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം
എന്ന് ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 8:38 കൂടെ ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ അവൻ തോർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് മതി. ആമേൻ. ഇതൊരു കഴുകൽ സ്നാനമാണ്. നിങ്ങളെ തന്നെ ആമേൻ പുത്തനൊരളവിലേക്ക് ദൈവം നടത്തുന്ന ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കണം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. എന്താണ് സ്നാനം? എന്തിന് സ്നാനപ്പെടണം? ആരാണ് സ്നാനപ്പെടേണ്ടത്? എങ്ങനെ സ്നാനപ്പെടണം? ആമേൻ. എന്താണ് സ്നാനം? ലൂക്കോസ് 7:30 ദൈവത്തിന്റെ ആലോചനയാണ്. മത്തായി 28:19-20 ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആമേൻ. ഇത് ഹല്ലേലൂയ കർത്താവ്. അതുപോലെ മത്തായി 3:13-15 ഇത് ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ആമേൻ. 1 പത്രോസ് 3:21 ഇത് ഹല്ലേലൂയ ഇത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയാണ്. ആമേൻ. എന്തിന് സ്നാനപ്പെടണം? ആമേൻ. ക്രിസ്തുവിനോട് റോമർ 6:3 ക്രിസ്തുവിനോട് ചേരുവാനാണ്. യേശുവിനോട് ആമേൻ ചേരുവാൻ സ്നാനമേൽക്കണം. അടുത്തത് ആമേൻ യേശുവിനെ ധരിക്കേണ്ടതിന് ആമേൻ ഗലാത്യർ 3:27 യേശുവിനെ ധരിക്കുവാൻ നിങ്ങൾ സ്നാനമേൽക്കണം. അടുത്തത് ആമേൻ മരണ പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവമാണ് സ്നാനം. ആമേൻ. അതുപോലെ ആമേൻ ആരാണ് സ്നാനപ്പെടേണ്ടത്? ആമേൻ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തി 2:38 മാനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. അതുപോലെ അടുത്തത് മർക്കോസ് 16:15 വിശ്വസിക്കുന്നവരാണ്. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട ആമേൻ വിശ്വാസമുള്ള ഏത് വ്യക്തിക്കും സ്നാനം ആമേൻ അല്ലെങ്കിൽ അനിവാര്യമാണെന്ന് തിരുവചനം ഇന്ന് രാത്രി നമ്മളെ ഓർപ്പിക്കുന്നു. അതുപോലെ പാപസംബന്ധമായി മരിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. പാപസംബന്ധമായി മരിച്ചിരിക്കുന്ന ബോഡി അങ്ങനെ ഇരുന്നാൽ നാറ്റം പോകും. ഒരു മരിച്ച ബോഡി അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നാറ്റം പോകും. അതുകൊണ്ട് പാപസംബന്ധമായി മരിച്ചവർ ആ ബോഡി കുഴിച്ചിട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വലിയ സിംബോളിക് പ്രോസസ്സ് വിശ്വാസത്താൽ അത് സംഭവിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കുന്നു. അടുത്തത് ആമേൻ ഹല്ലേലൂയ എന്താണ് സ്നാനം എന്ന് രാത്രി അവസാനത്തെ എങ്ങനെ സ്നാനപ്പെടണം എന്ന് മാത്രം ഓർപ്പിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനം. ആമേൻ. ഇതൊരു കഴുകൽ ശുശ്രൂഷയാണ്. ആമേൻ. ദൈവം ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ ആൻഡ്രിയെയും ആമേൻ ജോയലിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാതെയോ മനസാന്തരപ്പെടാതെയോ ഈ കർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ കുറവുകൾ എത്ര വലിയ പാപമാണെങ്കിലും ദൈവം മുമ്പാകെ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞാൽ ആമേൻ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ആമേൻ. നിത്യ നിയമത്തിന്റെ രക്തമാണ്. അതിന്ന് രാത്രി നമ്മുടെ മുമ്പിലുണ്ട്. ഏത് നിമിഷവും നിങ്ങൾ ഓടിച്ചെന്ന് നിങ്ങളുടെ കുറവുകൾ ആമേൻ ദൈവത്തോട് ഏറ്റുപറയുമെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുവാൻ ആമേൻ സ്നാനപ്പെട്ടവരും ആമേൻ ഹല്ലേലൂയ ഈ നിമിഷം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാൻ ഇടയായി തീരട്ടെ. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ വിശ്വാസത്തോടെ ആമേൻ ഹല്ലേലൂയ സ്നാന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ആരെങ്കിലും സ്നാനപ്പെടാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയോ ആമേൻ മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുറവുകൾ ആമേൻ ഹല്ലേലൂയ പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. ആമേൻ ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ആമേൻ അതിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആ യേശുവിന്റെ രക്തം നിങ്ങളുടെയുള്ള ഇതുവരെയുള്ള സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്നാനപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ രക്ഷ ഈ കർത്താവിനെ ആമേൻ ഹല്ലേലൂയ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആരെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ അവർക്കും ഇതിനുള്ള അവസരം ഇന്ന് രാത്രിയുണ്ട്. നമ്മൾ കേട്ടല്ലോ സ്നാനത്തിന്റെ ആമേൻ. ഇത് ഒത്തിരി നേരം നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഷോർട്ട് ചെയ്തങ്ങ് പറയുകയാണ്. അതുകൊണ്ട് സ്നാനപ്പെടാൻ ആരെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ
യേശുവിന് വേണ്ടി ആമേൻ യേശുവിനോട് ചേരുവാൻ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ കുഞ്ഞുങ്ങളെയും ആമേൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രിയ ഡോക്ടർ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ആന്റെയും ജോയലിന് വേണ്ടി. Hallelujah, hallelujah, hallelujah. We thank you, Lord Jesus Christ, for giving us more opportunity to praise and glorify your name. You've been good to us all these years. You died for us on the cross of Calvary. Hallelujah. Lord, today, Lord, children, Lord, Joel, Andrea, Lord, they are going to baptizing, Lord. Hallelujah. Lord, we believe that they have understood, Lord, why they should be baptized. Hallelujah. And how, what is the process happening, hallelujah. Help them, Lord, to be Lord, filled with the Holy Spirit, Lord, and help them to live pleasing in your sight, hallelujah. Pray for the other people who have baptized, Lord, to follow thy way, hallelujah. Lord, pray for people who have not baptized to know the importance of this, Lord, hallelujah, and follow thy way, hallelujah. As the pastor, Lord, James pastor and Shadi pastor and another brother, Lord, for conducting this baptism, Lord, hallelujah. Lord, let the procedure be filled with the Holy Spirit, hallelujah. Answer prayers, pray in the name of Jesus Christ. Amen. Thank you, Dr. Jordan. തുടർന്ന് സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് അവരുടെ തീരുമാനങ്ങളെ ദൈവസഭയെ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം ദേവദാസന്മാർ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവങ്ങളും അവർക്ക് പ്രാർത്ഥിച്ച് നമുക്ക് സ്നാനപ്പെടുത്തിലോട്ട് പോകാറുണ്ട്. Greetings to all in the name of our Lord Jesus Christ. I believe that Jesus Christ died for us on the cross and that He has resurrected from the dead. And I would like to take baptism today. I request everyone to pray for me. Praise God. Amen. പ്രൈസ് ലോർഡ്. ദൈവം എനിക്ക് വേണ്ടി മരിച്ച ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവകൽപ്പനയായ സ്നാനമെടുത്ത് ദൈവത്തിനോട് കൂടെ ചേർന്ന് ദൈവത്തിനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഹോളി സ്പിരിറ്റിനാലും എനിക്കൊരു ഹോളി ആൻഡ് ബ്ലെയിംലെസ് ലൈഫ് ലീഡ് ചെയ്യാൻ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം നല്ലൊരു ക്ലാസ് സ്നാനത്തിൻ്റെ ഷാജി ക്ലാസ് ലഭിക്കാൻ ഇടയായല്ലോ. ആരെങ്കിലും സ്നാനപ്പെടാൻ താല്പര്യമുള്ളവർ നമ്മുടെ ബന്ധത്തിലുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു അവസരമുണ്ട്. അവർക്കും ഒരു വാക്ക് ഒരു നിമിഷം തരുന്നു. താല്പര്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് അവർക്കും സാക്ഷ്യം പറയാം. അതിനുള്ള ക്രമീകരണങ്ങൾ സഭ ഒരുക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ ഇതിനായിട്ട് ക്ഷണിക്കും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അന്തിക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഭയായ നിന്റെ ദാസീദാസന്മാരായ ഞങ്ങൾ ഒരു മനസ്സോടെ ഐക്യതയോടെ ഏകാത്മാവിൽ ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവളുടെ തീരുമാനത്തെ മാനിച്ച് ആമേൻ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആമേൻ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ഇന്ന് രാത്രി തീരുമാനമെടുത്ത ആമേൻ കുഞ്ഞിനെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്താൽ ഇവൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവൾ മൂലം ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടുവാനിടയായി തീരട്ടെ. ആമേൻ ഹല്ലേലൂയ തന്നോടൊപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും തന്റെ സമപ്രായക്കാർക്കും അനേകർക്കും ഇവൾ ആശ്വാസവും വിടുതലും ആമേൻ ഹല്ലേലൂയ ഒരു വലിയ മാതൃകയുള്ളവളായി യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ കുഞ്ഞിനെ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. വിശ്വസ്തയോടെ ദൈവം ആമേൻ ദൈവം നിലനിർത്തണമേ. കർത്താവേ, തിരുക്കരങ്ങൾ ഞങ്ങൾ കുഞ്ഞിനെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓ ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരുണയുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ കർത്താവേ.
അങ്ങയോട് ചേരുവാൻ സ്നാനം വേദന തീരുമാനമെടുക്കാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തമ സാക്ഷിയായി ജീവിക്കാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവനാമത്തിൽ നിലകൊള്ളുവാൻ തക്കണം ദൈവം സഹായിക്കണമേ. മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകട്ടെ, ദൈവസഭയ്ക്ക് അനുഗ്രഹമാകട്ടെ, ദൈവനാമത്തിന് മഹത്വമാകട്ടെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറങ്ങി ദൈവത്തെ ആരാധിപ്പാനും, കർത്താവെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹ വിഷയമായി തീരും. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. തുടർന്ന് സ്നാനകുളത്തിലോട്ട് നമുക്ക് പോകാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിലും ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിലും ജയം ജയം എപ്പോഴും. സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ, സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ളതിനാൽ ജയം ജയം യേശുവേ. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. അനുഗ്രഹത്തിന് വേണ്ടി ജോൺസൺ ബ്രദർ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ദിവസം നല്ല സമയത്തിനായ സ്തോത്രം. പ്രതിയാൽ കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ തമ്പുരാന്റെ കൽപ്പനയാൽ സ്നാനം ഏൽപ്പാൻ കർത്താവേ. ഹല്ലേലൂയ. അവർ ആഗ്രഹത്തോടെ വാഞ്ചോടെ ആയിരിക്കുന്നല്ലോ ഇന്ന് രാത്രി കർത്താവേ. ഈ സ്നാന ശുശ്രൂഷ എല്ലാ നിലയിലും കർത്താവേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കണമേ. ശുശ്രൂഷിപ്പാൻ കർത്താവേ ഞങ്ങളുടെ ദാസന്റെ ദൈവം ബലപ്പെടുത്തണം, ഒരുമിച്ച് അനുഗ്രഹിക്കണം, അതോടൊന്ന് ദൈവ സാന്നിധ്യവും മറിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സൗലും ഞങ്ങൾക്ക് ജീവനമെടുത്ത് കർത്താവേ യേശു കൃഷ്ണനാം തന്നെ.
പിടിക്കണം. കരുണയുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ആന്ത്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങോട്ട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ പൈതലിന്റെ കർത്താവെ, ഹല്ലേലൂയ, തീരുമാനമെടുക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഈ ജലാശയത്തിൽ സ്നാനമേൽക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അരുളി ചെയ്ത കർത്താവെ, ഇന്ന് രാത്രികാലം സ്വർഗം തുറന്ന് പൈതലിനെ അനുഗ്രഹിക്കുമാറാണമേ. കർത്താവെ, സ്തോത്രം സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ പൈതലിനെ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹ വിഷയമായിട്ട് പ്രാർത്ഥനയായി സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗോന്നതികളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം പറയുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് പ്രിയ ആൻഡ്രിയ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്ന ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നിന്റെ സാക്ഷിവാചകം ഹേതുവായും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. ചെങ്കാടലിൽ മുങ്ങിപ്പോയി ശത്രുഗണമൊന്നാകവേ, ചെങ്കാടലിൽ മുങ്ങിപ്പോയി വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, ജോയലിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങോട്ട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ തീരുമാനമെടുക്കാൻ പൈതലിനെ സഹായിച്ചല്ലോ. കർത്താവെ, സന്ധ്യാസമയത്ത് ഈ ജലാശയത്തിൽ പൈതൽ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ കൃപസാന്നിധ്യം കൂടിരിക്കണം. അങ്ങ് യോർദാനിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് ഇവനെന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു അരുളി ചെയ്തതുപോലെ ഇന്ന് രാത്രികാലം കർത്താവെ സ്വർഗം പ്രസാദിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെന്റെ പ്രിയപുത്രന് പറയുവാൻ തക്കവണ്ണു കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് പൈതലിനെ നിറയ്ക്കുകയും ചെയ്യുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് അനുഗ്രഹ വിഷയമാകണം. പ്രാർത്ഥനയായി സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗോന്നതികളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശുക്രിസ്തു തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിപ്പാനായി വീണ്ടും വരുമെന്ന് പ്രിയ ജോയൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീനെന്ന കർത്താവിന്റെ കൽപ്പന പ്രകാരം നിന്റെ സാക്ഷ്യവാചം ഹേതുവായി നിന്നെ ഞാൻ
പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. ലോകത്തെയും കൃഷിന്റെ താൻ ഭാവിച്ചു, പാപത്തെയും ലോകത്തെയും കൃഷിന്റെ താൻ ഭാവിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. സഹോദരങ്ങളെ, ഇവിടെ വെള്ളമുണ്ട്, സ്നാപകനുണ്ട്. ഇനി ആർക്കെങ്കിലും സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്കിപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പോൾ ബ്രദർ പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവമേ സ്തോത്രം. ഈ സ്നാന ശുശ്രൂഷ കർത്താവേ അനുഗ്രഹിപ്പാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്തല്ലോ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവേ സ്നാനപ്പെടുവാൻ അങ്ങയിൽ ചേരുവാൻ തക്കോണം കർത്താവേ അവിടുന്ന് കർത്താവേ കൃപ ചെയ്തല്ലോ കർത്താവേ. ഹല്ലേലൂയ. മരണം വരുന്ന കർത്താവേ അവർ വിശ്വസ്തയോട് കർത്താവേ നിൽപ്പാൻ തക്കോണം ദൈവമേ അവരെ അങ്ങ് സഹായിക്കണം, അവരെ അങ്ങ് ശക്തീകരിക്കണം കർത്താവേ. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. ശുശ്രൂഷിപ്പാൻ കർത്താവേ അവിടുത്തെ ദാസനെയും ബലപ്പെടുത്തിയല്ലോ ദൈവമേ, സഹായിച്ചല്ലോ കർത്താവേ. കടന്നു വരുവാൻ കർത്താവേ അടിയങ്ങളെയും സഹായിച്ചല്ലോ കർത്താവേ. തുടർന്ന് കർത്താവേ അടിയങ്ങളെ മാനിച്ച് സഹായിച്ചാട്ട് കർത്താവേ. വരും ദിവസങ്ങളിൽ കർത്താവേ അനവധി സ്നാന ശുശ്രൂഷ കർത്താവേ 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 ആരോ മൊത്തം പച്ചനിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടേ ഞാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വാസമയം എടുത്ത വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷിച്ച് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവോട് ഇന്ന് രാത്രിയും ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം.